ഓക്കെ, ഈ വീഡിയോയിൽ ഞാനൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിക്സ്ത് എക്സ്പെരിമെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ടായ ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ടു പോളിനോമിയൽസ് യൂസിങ് സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇപ്പോൾ പോളിനോമിയലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സോഫ്റ്റ്വെയർ വഴി, ലോജിക് വഴി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അത് നമ്മൾ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്ന ടെക്നോളജി വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ രണ്ട് പോളിനോമിയലുണ്ട്. 6x³ - 2x² + 3 എന്നുള്ള ഫസ്റ്റ് പോളിനോമിയൽ. സെക്കൻഡ് പോളിനോമിയൽ 4x² + 2x. ഇതിനെ നമ്മൾ രണ്ട് ലിങ്ക്ഡ് ലിസ്റ്റിലാക്കി പ്ലേസ് ചെയ്തിട്ടുണ്ട്, P1 P2. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ടൈമും എടുക്കും, ഇതിൻ്റെ ഒരു ടൈം എടുക്കും, ആ ഒരു ടൈമിനെ ഇതിൻ്റെ എല്ലാ ടൈമും കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ നോഡുകളാക്കി എഴുതും. തന്നെ ഇതിൻ്റെ സെക്കൻഡ് ടൈം എടുക്കും, അതിനെ ഇതിനകത്തുള്ള ഓരോ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോഡുകളാക്കും. പിന്നെ തേർഡ് ടൈം എടുക്കും, വീണ്ടും ഇതിന് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 ഇവിടെ 2 ടോട്ടൽ 6 ടേംസ് ആണ് ആദ്യം ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഇതൊരു ഇൻ്റർമീഡിയറ്റ് ടൈം പോളിനോമിയലാണ്. ഇത് ആക്ച്വൽ റിസൾട്ട് അല്ല, കാരണം ഇതിനകത്ത് സെയിം എക്സ്പോണൻ്റുള്ള പവറുള്ള ടേംസ് ഇതിനകത്തുണ്ടാവും. അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്ത് സിംഗിൾ ടൈമാക്കി മാറ്റണം. എന്നിട്ട് ബാക്കിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് പവർ ടേംസ് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അപ്പോഴാണ് ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ടൈമിന് ഇതിൻ്റെ ഫസ്റ്റ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ദെൻ ആ നോഡിനെ ഇവിടെ എഴുതും, ദെൻ ഈ ടൈമിന് ഇതിൻ്റെ സെക്കൻഡ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത നോഡായിട്ട് എഴുതും. അപ്പോൾ ഇതിൽ തീർന്നു. ഇനി ഇതിൻ്റെ സെക്കൻഡ് ടൈം എടുക്കും, ഫസ്റ്റിൻ്റെ സെക്കൻഡ് ടൈം എടുക്കും, ദെൻ സെക്കൻഡിൻ്റെ ഫസ്റ്റ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അടുത്ത എഴുതും, ദെൻ ഈ ടൈമിന് സെക്കൻഡിൻ്റെ സെക്കൻഡ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ അടുത്ത എഴുതും, ദെൻ ഇതിൻ്റെ ഫസ്റ്റിൻ്റെ തേർഡ് ടൈമിലേക്ക് പോകും, വീണ്ടും സെക്കൻഡിൻ്റെ ഫസ്റ്റ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും, ദെൻ അടുത്ത് സെക്കൻഡിൻ്റെ സെക്കൻഡ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ഇനി അതിൽ ഇനി ന്യൂ ടൈംസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരു ഇൻ്റർമീഡിയറ്റ് പോളിനോമിയലായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ, ഓരോ രണ്ട് ടൈമിൻ്റെ കോഎഫിഷ്യൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ, എക്സ്പോണൻ്റ് തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ 6 × 4 24, എക്സ്പോണൻ്റ് 3 + 2 എന്നാണ് 5 വരും. അതാണ് ഒരു ടൈം. ദെൻ ഈ ടൈമിന് സെക്കൻഡ് പോളിനോമിയലിൻ്റെ സെക്കൻഡ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 6 × 2 എന്ന് പറഞ്ഞാൽ 12 വരും, അതാണ് കോഎഫിഷ്യൻ്റ് 12. ദെൻ എക്സ്പോണൻ്റ് എന്ന് 3 + 1 4 വരും. ദെൻ അപ്പോൾ ഈ സെക്കൻഡ് പോളിനോമിയൽ ഫിനിഷായി. ദെൻ ഫസ്റ്റ് പോളിനോമിയൽ സെക്കൻഡ് ടൈം എടുക്കും, വീണ്ടും സെക്കൻഡ് പോളിനോമിയൽ ആദ്യത്തെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4 × 2 4 × -2 ആണ്. 4 × -2 എന്ന് പറഞ്ഞാൽ -8, കോഎഫിഷ്യൻ്റ് -8. ദെൻ 2 + 2 എക്സ്പോണൻ്റ് തമ്മിൽ ആഡ് ചെയ്യുന്നു, ദെൻ 4. ദെൻ ഇതിൻ്റെ സെക്കൻഡ് പോളിനോമിയലിൻ്റെ സെക്കൻഡ് ടൈം 2 × -2 -4 വരും. ദെൻ 2 + 1 3 വരും. അപ്പോൾ കഴിഞ്ഞു. ദെൻ തേർഡ് ടൈം എടുക്കും, വീണ്ടും സെക്കൻഡ് പോളിനോമിയലിൽ ഫസ്റ്റ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12 വരും. എക്സ്പോണൻ്റ് 2 + 0 2 തന്നെ വരും. ദെൻ ഇതിൻ്റെ സെക്കൻഡ് പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻ്റ് സെക്കൻഡ് ടേം എടുത്തിട്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 6, എക്സ്പോണൻ്റ് 0 + 1 1. അപ്പോൾ ഇതൊരു ഇൻ്റർമീഡിയറ്റ് പോളിനോമിയലാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ടൈംസ് ഈക്വൽ പവറുള്ള ടൈംസ് വരും, ഇതിനകത്തില്ല. ഇതും ഈക്വൽ പവറാണ്, പിന്നെ ഈക്വൽ പവറുള്ള ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഈക്വൽ പവറുള്ള ടേമിൽ ഫസ്റ്റ് ടൈം എടുക്കും, എന്നിട്ട് അതിനകത്ത് സെയിം പവറുള്ള ബാക്കിയുള്ള ടൈമുകളുടെ കോഎഫിഷ്യൻ്റുകളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് ബാക്കി എല്ലാ ടൈംസിനെയും നമ്മൾ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്ത് കളയാം. റിമൂവ് കളയണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ടൈമുണ്ട്, ഇവിടെ ഉണ്ടെങ്കിൽ ഇതിനെ ഇതിലോട്ടും കണക്ട് ചെയ്യും, എന്നിട്ട് ഇതിന് അടുത്ത ടൈമിൻ്റെ അതിൻ്റെ അടുത്തേക്ക് ഇതും സെയിം ആയിരുന്നുവെങ്കിൽ ഇതും ഇതിൻ്റെയും കോഎഫിഷ്യൻ്റ് തമ്മിൽ ആഡ് ചെയ്ത് ഈ ഫസ്റ്റ് സെയിം പവറുള്ള ടേമിലേക്ക് വയ്ക്കുന്നു. ദെൻ അതിൽ നിന്ന് തൊട്ടടുത്ത ഈക്വൽ പവറുള്ള ടേമിലേക്കുള്ള കണക്ഷൻ അങ്ങ്
ഡിസ്കണ്ടിന്യൂ. സപ്പോസ് ഇതിലല്ല, ഇവിടുന്ന് ഇതിലാണ് സെയിം പവർ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇതിലേക്ക് കൊടുക്കുന്നു, ഇതിൽ നിന്ന് ഇതിനെ കട്ട് ചെയ്ത് അതിൻ്റെ അടുത്തയിലേക്ക് കൊടുക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഈക്വൽ പവറുള്ള ടേംസിനായിട്ടുള്ള ലിങ്ക് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് ഫൈനൽ പോളിനോമിയൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. 24x⁵5 പ്ലസ് 4x⁴ മൈനസ് 8x⁴ മൈനസ് 4x³ പ്ലസ് 12x² പ്ലസ് 6x. ഈ ടേം നമുക്ക് ഒഴിവാക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പോളിനോമിയലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഈ മെത്തേഡ് അല്ലെ ഈ ഒരു രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ലോജിക്ക് നമ്മൾ അൽഗോരിതം വഴി ഇംപ്ലിമെൻ്റ് ചെയ്ത് പ്രോഗ്രാമാക്കി മാറ്റണം. അത് ഇതിൻ്റെ അൽഗോരിതമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് പോളിനോമിയൽ മറ്റേ മൾട്ടിക്സ് അല്ല പോളിനോമിയൽ അഡീഷനിൽ നമ്മൾ രണ്ട് പോളിനോമിയൽ റീഡ് ചെയ്തതുപോലെ തന്നെ റീഡ് ചെയ്യാണ്. ഓരോ ടൈമും കോഎഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും റീഡ് ചെയ്യുന്നു. ആ പോളിനോമിയൽ എൻഡ് ചെയ്യുന്നത് 0 0 കൊടുക്കുന്നു. ദെൻ സെക്കൻഡ് പോളിനോമിയൽ എടുക്കുന്നത് ഇതുപോലെ കോഎഫിഷ്യൻറ്റും എക്സ്പൊണൻറ്റും റീഡ് ചെയ്യുന്നു. അത് P1 എന്നും P2 എന്നും രണ്ട് പോളിനോമിയൽ ലിസ്റ്റാക്കി മാറ്റുന്നു, സിംഗിൾ ലിങ്ക് ലിസ്റ്റാക്കി മാറ്റുന്നു. ഇനി മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ആണ് ബിഗിനിങ് മുതൽ എൻഡ് വരെ ട്രാവേഴ്സ് ചെയ്ത് പോകുന്നത്. ആ പോകുന്നിടത്ത് നമ്മൾ ഈ താഴെ പറയുന്ന ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് temp1 എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് സെക്കൻഡ് പോളിനോമിയൽ നമ്മൾ പ്ലേസ് ചെയ്യും. ദെൻ ഫസ്റ്റ് പോളിനോമിയൽ എൻഡ് വരെ ട്രാവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈൽ P1 നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞാൽ P1 എന്ന് പറയുന്ന പോളിനോമിയൽ ബിഗിനിങ് മുതൽ എൻഡ് വരെ മൂവ് ചെയ്യാൻ പോവുകയാണ്. ദെൻ ഈ ടെമ്പ് ഇതെന്തിനാണ് ഇവിടെ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ഓരോ ടൈമിനെയും ഇതിലെ എല്ലാ ടൈം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് ടൈം എത്തുമ്പോൾ വീണ്ടും ആദ്യം മുതൽ എല്ലാ ടൈം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. വീണ്ടും അടുത്ത ടൈം എടുക്കുമ്പോൾ വീണ്ടും ഇതിൻ്റെ ബിഗിനിങ് മുതൽ എല്ലാ ടൈമിലേക്ക് മാറണം. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ P2 എന്ന് പറഞ്ഞാൽ ട്രാവേഴ്സ് ചെയ്ത് മൂവ് ചെയ്ത് പോകും. വീണ്ടും അടുത്ത ടൈം എടുക്കുമ്പോൾ വീണ്ടും അത് ബിഗിനിങ്ങിൽ വരണം. അതുകൊണ്ടാണ് ഇതിനൊരു ടെമ്പററി വേരിയബിളിനകത്തോട്ട് പോയിൻ്ററിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നത്. P2നെ വയ്ക്കുന്നു, അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് വയ്ക്കുന്നു. ദെൻ P1 ആണ് മൂവ് ചെയ്ത് തുടങ്ങുന്നത്. ആ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ P2നെ ഇരുന്ന ബേസ് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. ദെൻ P2 എൻഡ് വരെ ട്രാവേഴ്സ് ചെയ്ത് പോകണം. ഈ ട്രാവേഴ്സ് ചെയ്ത് പോകുന്നതിനിടയിൽ നമ്മൾ P1ൻ്റെ കോഎഫിഷ്യൻറ്റും P2ൻ്റെ കോഎഫിഷ്യൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ അതിൻ്റെ എക്സ്പൊണൻറ്റ് തമ്മിൽ ആഡ് ചെയ്ത് ഒരു ടേം ക്രിയേറ്റ് ചെയ്തെടുക്കും, ഒരു നോഡ് അങ്ങ് ക്രിയേറ്റ് ചെയ്തെടുക്കും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിൻ്റെ എക്സ്പൊണൻറ്റിലൂടെ ആഡ് ചെയ്ത് ഇതുപോലൊരു ടേമാക്കി മാറ്റുന്നു. അതാണ് ഇവിടെ ന്യൂ നോഡിനകത്ത് വരുന്നത്. ഇനി നമ്മൾ അതിന് ഇൻ്റർമീഡിയറ്റ് ഒരു ലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യണം. ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ P3 എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ 3യിൽ തന്നെയാണ് കൊണ്ടുവരുന്നത്. ദെൻ അതിനകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് സെയിം എക്സ്പൊണൻ്റുള്ള ഡ്യൂപ്ലിക്കേറ്റ് ടൈംസിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കളയുന്നു. എന്നിട്ട് അതിൽ സിംഗിൾ ഒരു ടൈം അവിടെ ഇട്ടേക്കും. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ P3 എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി നള്ളായിരിക്കും. അത് നള്ളാണെങ്കിൽ ആ P3യുടെ ഫസ്റ്റ് ടൈമായിട്ട് ഈ ന്യൂ നോഡ് വരും. ഇനി P3 ഇതല്ലെങ്കിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് എൻഡ് വരെ പോയിട്ട് P3യുടെ എൻഡിലേക്ക് നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്നു. ദെൻ P2 അഡ്വാൻസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനെ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു. ദെൻ അടുത്ത ടൈമിലേക്ക് P2ൻ്റെ നെക്സ്റ്റ് ടൈമിലേക്ക് പോകുന്നു. അതാണ് P2 = P2.next എൻഡ് P2. ഈ വൈൽ ലൂപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകും. അത് P2ൻ്റെ എൻഡ് വരെയുള്ള, അതായത് P2ൽ എത്ര ടൈംസ് ഉണ്ടോ അത്രയും ടൈംസ് വരെ പോകും. അപ്പോൾ അത്രയും നമ്പർ ഓഫ് നോഡ്സ് ഇവിടെ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ആദ്യം 2 എണ്ണം വരും, ദെൻ അടുത്ത 2 എണ്ണം വരും, ദെൻ അടുത്ത 2 എണ്ണം. ഒരു P2വിനകത്ത് 2 ടൈം ഉള്ളതുകൊണ്ടാണ് ഒരു ടൈമിൽ 2 എണ്ണം വെച്ചത്. ഇതിനകത്ത് 3 എണ്ണം ഉണ്ടെങ്കിൽ ഒരു ടൈമിൽ, ഇതിനകത്ത് 4 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം ഒരുമിച്ച് വരും. ദെൻ അടുത്ത് P1ൻ്റെ സെക്കൻഡിലേക്ക് പോകും, വീണ്ടും അടുത്ത് എത്ര നമ്പർ ഓഫ് ടൈംസ് ഉണ്ട് അത്രയും ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ ഇൻ്റർമീഡിയറ്റ് ലിങ്ക്
ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു P2 ഫുള്ള് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P1 എന്ന് അഡ്വാൻസ് ചെയ്യും. കാരണം ആദ്യം ഈ ടൈമിന് എല്ലാ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ ഈ ടൈമിന് സെക്കൻഡ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് പോളിനോമിയലിൻ്റെ എല്ലാ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ P1 തേർഡിലേക്ക് പോകുന്നു, അതിനെ എല്ലാ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ ഈ 2 ലൂപ്പ് കഴിയുമ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് പോളിനോമിയൽ ഉണ്ടായിരിക്കും. ഇനി ഇതിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ add the coefficient of equal powered terms to its first term and remove all the next equal powered terms from P3. P3-യിലെ സെയിം ഇക്വലൻ്റ് പവറുള്ള ടേംസിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ എല്ലാം ആഡ് ചെയ്ത് അതിലെ ആ ഇക്വലൻ്റ് പവറുള്ള ടേമിൻ്റെ ഫസ്റ്റ് ടേമിലേക്ക് കൊണ്ടുവരികയും ബാക്കി ടേമുകളെ ഈക്വലൻ്റ് ടേമുകളെ മൊത്തം റിമൂവ് ചെയ്യുകയും ചെയ്യണം. അതിൻ്റെ അൽഗോരിതമാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ P3-യെ ടെമ്പ് എന്ന് പറയുന്ന പേരാണ് TRMP എന്നായി. ഈ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് നമ്മൾ P3-യെ കൊണ്ടുവരുന്നു. ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് P3-യെ കൊണ്ടുവരുന്നു. ദെൻ ആ ടെമ്പ് എൻഡ് വരെ പോവുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ temp1 is equal to temp.next. കാരണം ഇവിടെ നമ്മൾ ഈ ഒരു ടേം എടുക്കും, ഇതിനെ ടെമ്പായിട്ട് എടുക്കും, ദെൻ ഇതിനെ temp1 ആയിട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? ഇവിടെ ഈ ഇരിക്കുന്ന ടേമിനെ വെച്ചിട്ട് ഇതിനകത്ത് അങ്ങോട്ട് ഇതിൻ്റെ നെക്സ്റ്റ് മുതൽ ഈ എൻഡ് വരെയുള്ള സെയിം പവറുള്ള ഏതെങ്കിലും ടൈം ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്ത് പോകുന്നത്. അതാണ് ഇവിടെ ഇതിൽ ടെമ്പും ഇത് temp1-ലും വരും. ദെൻ temp1 അഡ്വാൻസ് എൻഡ് വരെ പോകും. പക്ഷേ ടെമ്പ് അവിടെ തന്നെ ഇരിക്കും. ഇതുവരെ പോയിട്ട് സെയിം ഉണ്ടെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്യണം. അതാണ് മെത്തേഡ്. അപ്പോൾ ഈ ടെമ്പ് എന്ന് പറയുന്നത് നമ്മളെ P3-യുടെ ഇൻ്റർമീഡിയറ്റ് പോളിനോമിയൽ റിസൾട്ടൻ്റ് പോളിനോമിയലിൻ്റെ ഫസ്റ്റ് ടേമും ബാക്കി ഉള്ള ടേമുകളെല്ലാം temp1-ലുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ temp1 is equal to temp.next. while temp1 do അതെന്ന് temp1.next temp1 not equal to null വരെ പോവുക. ടെമ്പ് അവിടെ തന്നെ നിൽക്കും, temp1 അഡ്വാൻസ് ചെയ്യും. ദെൻ കമ്പയർ ചെയ്യുന്ന ടെമ്പ് അതായത് ഫസ്റ്റ് ടേമിലെ എക്സ്പോണൻ്റ് ഈക്വൽ ടു സെക്കൻഡ് ടേമിൻ്റെ എക്സ്പോണൻ്റ് സെയിം ആണോ എന്ന് നോക്കും. ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യും. അല്ല എങ്കിൽ നമ്മൾ അടുത്ത temp1-ൻ്റെ നെക്സ്റ്റ് അതായത് ആദ്യം ഇതും കൂടെ നോക്കും. ഇത് രണ്ട് എക്സ്പോണൻ്റ് സെയിം അല്ല എങ്കിൽ ഇത് നേരെ temp1 നേരെ temp1 ഇങ്ങോട്ടാവും. ദെൻ എഗെയിൻ ഇതും സെയിം ആണോ നോക്കും. ദെൻ ഇത് ഇങ്ങോട്ട് പോകും, ഇതും സെയിം ആണോ നോക്കും. ഇങ്ങനെ എൻഡ് വരെ പോകും. സെയിം എപ്പോഴെങ്കിലും സെയിം ആയി വരികയാണെങ്കിൽ ടെമ്പിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ടു ടെമ്പിൻ്റെ കോഎഫിഷ്യൻറ്റ് പ്ലസ് temp1-ൻ്റെ കോഎഫിഷ്യൻറ്റ്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതും സെയിമാണ്. ആദ്യം ഇതൊന്നും സെയിം അല്ലാത്തതുകൊണ്ട് ഇതെങ്ങനെ അങ്ങേറ്റം വരെ പോയി temp1 ലാസ്റ്റ് വരെ പോകും. ദെൻ ടെമ്പ് അഡ്വാൻസ് ചെയ്യും. വീണ്ടും ടെമ്പ് അഡ്വാൻസ് ചെയ്തിട്ട് അൽഗോരിതം പറയണമെന്ന് പറഞ്ഞ് temp1 is equal to temp.next. അപ്പോൾ ടെമ്പ് ഇവിടെ വരും. temp1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെക്സ്റ്റ് ഇതിലേക്ക് വരും. ദെൻ ഇതും സെയിം ആണോ നോക്കും. ഇതിപ്പോൾ സെയിം ആയതുകൊണ്ട് ഈ 12 - 8 കൂടെ ആഡ് ചെയ്യും. 12 - 8 കൂടെ ആഡ് ചെയ്യുമ്പോൾ കോഎഫിഷ്യൻറ്റ് 4 എന്ന് കിട്ടും. ദെൻ അതിൻ്റെ എക്സ്പോണൻറ്റ് 4 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഇനി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ കണക്ഷനെ അങ്ങ് ഡിസ്കണ്ടിന്യൂ അടുത്തയിലേക്ക് പോകും. അതായത് ടെമ്പിൻ്റെ നെക്സ്റ്റ് temp1-ലേക്ക് പോകുന്നതിന് പകരം ടെമ്പിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു temp1-ൻ്റെ നെക്സ്റ്റ്. ഇത് ടെമ്പും ഇത് temp1-ഉം ആയിരിക്കും. അതിൻ്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ. അപ്പോൾ temp.next is equal to temp1.next എന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരും. ഇതാ ഇങ്ങനെ ഒരു കണക്ഷനായിട്ട് മാറും. അപ്പോൾ ഈ ടേം നമുക്ക് കണക്ഷൻ പോവും. അപ്പോൾ ഈ ടേം നമ്മളെ ലിസ്റ്റിൽ നിന്നും അവോയ്ഡ് ആവും. അങ്ങനെ എല്ലാ ടൈംസും ചെക്ക് ചെയ്ത് പോവുക. ഇതാണ് നമ്മൾ അൽഗോരിതം. ഇത് ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ P3 എന്ന് പറയുന്ന പോളിനോമിയലിനകത്ത് ബാക്കി റിമൈനിങ് ടൈംസ് മാത്രമേ ഉണ്ടാവൂ. റിസൾട്ടൻ്റ് പോളിനോമിയലിന് വേണ്ട എത്ര ടൈംസ് ഉണ്ടോ അത്രയും ടൈംസ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാണ്
നമ്മുടെ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ്റെ അൽഗോരിതം. ഇതന്നെ P3 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് നമുക്കൊന്ന് പ്രോഗ്രാമാക്കി മാറ്റാം. ഓക്കെ, ഇതിൽ ഞാൻ ഫസ്റ്റിലെ ചെയ്ത ഒരു പ്രോഗ്രാമില്ല, ആഡ് പോളിനോമിയൽ, ആ സെയിം പ്രോഗ്രാമിന് ഞാനൊന്ന് മോഡിഫൈ ചെയ്യാണ്. കാരണം തന്നെ അതിനകത്ത് പ്രിൻ്റ് ഈ പ്രോഗ്രാമിലാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇതിൽ നമ്മൾ നോഡ് ക്രിയേഷൻ, പ്രിൻ്റ്, ദെൻ ഈ ആഡ് പോളിനോമിയലിന് പകരം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വേണം ആക്കണം. ദെൻ മെയിൻ സെയിം തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ആഡ് മാത്രമാണ് നമുക്ക് ചേഞ്ച് ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഈ പ്രോഗ്രാമിനെ ഞാനൊന്ന് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ കോപ്പി ചെയ്ത് മൾട്ടിപ്ലൈ ആക്കി മാറ്റുകയാണ്. ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഈ ആഡാണ് നമുക്ക് മാറ്റി നമ്മുടെ പ്രോഗ്രാമാക്കി മാറ്റേണ്ടത്. അപ്പോൾ ഇത് അത്രയും കളയുകയാണ്. റിട്ടേൺ വരെ ആഡിന് വരെ മൾട്ടിപ്ലൈ എന്നാണ്. ഇവിടെയാണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത്. ഇത് നമ്മൾ അൽഗോരിതം വെച്ചിട്ട് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് റിസൾട്ടൻ്റ് പോളിനോമിയൽ നമ്മൾ P3 എന്ന് പറയുന്ന പോയിൻ്റിലാണ് ഇരിക്കുന്നത്. അതാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്, P3. അത് ഇനിഷ്യലി നള്ളാക്കുക. ദെൻ ഇതിനകത്ത് നമുക്ക് ടെമ്പ് 1 വേണം. സ്റ്റാർ ടെമ്പ് 1. പിന്നെ നമുക്ക് ന്യൂ നോഡ്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ന്യൂ നോഡ്. ഇത്രയും ആണ് നമുക്ക് ഡിക്ലറേഷൻ ഉള്ളത്. ഇനി നമ്മൾ ലൂപ്പ് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ടെമ്പ് 1 = P2 വയ്ക്കുക. അപ്പോൾ ടെമ്പ് 1 = P2. then while P1 വരെയാണ് പോകേണ്ടത്. ഈ ലൂപ്പിനകത്ത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ P2 = ടെമ്പ് 1. P2 = ടെമ്പ് 1. then while P2 not equal to null എന്നാണ് എൻ്റെ മീനിങ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ന്യൂ നോഡ് = ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ നോഡ് = ക്രിയേറ്റ് P1 കോഎഫിഷ്യൻ്റ് ഇൻറ്റു P2 കോഎഫിഷ്യൻ്റ്, P1 എക്സ്പൊണൻറ്റ് പ്ലസ് P2 എക്സ്പൊണൻറ്റ്. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ന്യൂ നോഡ് = ക്രിയേറ്റ് P1 കോഎഫിഷ്യൻ്റ് ഇൻറ്റു P2 കോഎഫിഷ്യൻ്റ്. ഇത് ഫസ്റ്റ് ടൈം മൾട്ടിപ്ലൈ ചെയ്ത് കോഎഫിഷ്യൻ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ടേം അല്ല ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്, സെക്കൻഡ് ആർഗ്യുമെൻറ്റ് എക്സ്പൊണൻ്റ് തമ്മിൽ ആഡ് ചെയ്യുക. P1 എക്സ്പൊണൻ്റ് പ്ലസ് P2 എക്സ്പൊണൻ്റ്. ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ചെയ്യേണ്ടത് ഇഫ് P3 = നള്ളാണെങ്കിൽ P3 empty എന്നാണ് മീനിങ്. then P3 = ന്യൂ നോഡ് കൊടുക്കുക.
എൽസ് ആണെങ്കിൽ നമുക്ക് ട്രാവേഴ്സ് ചെയ്ത് പോകണം. temp is equal to p3 while temp arrow next not equal to null ആണ്. അതുവരെ temp മൂവ് ചെയ്യാം. temp equal to temp arrow next. ഇപ്പോൾ ലൂപ്പ് കഴിയുമ്പോൾ ലാസ്റ്റ് ടൈമിലേക്ക് പോകുന്നു. ടെമ്പിൻ്റെ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ന്യൂ നോഡാക്കുക. അത്രയാണ് അതിനകത്തുള്ളത്. ഇനി നമ്മൾ P2 അഡ്വാൻസ് ചെയ്യുക. P2 ഇസ് ഈക്വൽ ടു P2 ആരോ നെക്സ്റ്റ്. P2 അഡ്വാൻസ് ചെയ്യുന്നു. ദെൻ ഇവിടെ നമ്മൾ P1 അഡ്വാൻസ് ചെയ്യുന്നു. P1 ഇസ് ഈക്വൽ ടു P1 ആരോ നെക്സ്റ്റ്. ഇത്രയാകുമ്പോൾ ഇത്രയാകുമ്പോൾ നമ്മുടെ ഈ പോർഷനെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷനാണ് ഈക്വലൻ്റ്. അതായത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് പോളിനോമിയൽ ജനറേറ്റ് ചെയ്യും. ഇനി അതിൽ നിന്ന് നമുക്ക് സെയിം എക്സ്പൊണൻ്റ് ഉള്ള, അതായത് സെയിം പവറുള്ള ടേമുകളുടെ കോഎഫിഷ്യൻ്റ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ബാക്കി വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് എക്സ്പൊണൻ്റുകളെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അവിടെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ടെമ്പിനകത്തോട്ട് P3 വയ്ക്കുക. ആ ഇൻ്റർമീഡിയറ്റ് പോളിനോമിയൽ ടെമ്പിലേക്ക് വയ്ക്കുക. ദെൻ അതിൻ്റെ എൻഡ് വരെ പോവുക. വൈൽ ടെമ്പ് then temp1 equal to temp നെക്സ്റ്റ്. സെക്കൻഡ് ടൈമിന് temp1ലേക്ക് കൊണ്ടുവന്നു. അവിടെ മുതലാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോയെന്ന് ഫസ്റ്റ് ടേമുമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എക്സ്പൊണൻ്റ് ഉള്ള സെയിം എക്സ്പൊണൻ്റ് ഉള്ള ടേംസ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പം വൈൽ temp1 ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് ടെമ്പിൻ്റെ എക്സ്പൊണൻറ്റും ഈക്വൽ ടു temp1ൻ്റെ എക്സ്പൊണൻറ്റും തമ്മിൽ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. ആണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് തമ്മിൽ ആഡ് ചെയ്യാം. temp ൻ്റെ എക്സ്പൊണൻ്റ് പ്ലസ് ഈക്വൽ ടു temp1 എക്സ്പൊണൻ്റ്. temp ആരോ എക്സ്പൊണൻ്റ് ഇസ് ഈക്വൽ ടു temp ആരോ എക്സ്പൊണൻ്റ് പ്ലസ് temp1 ഡോട്ട് ആരോ എക്സ്പൊണൻ്റ്. അതാണ് നമ്മളിങ്ങനെ ഷോർട്ടായിട്ട് എഴുതിയിരിക്കും. അല്ല സോറി, കോഎഫിഷ്യൻ്റ് എക്സ്പൊണൻ്റ് അല്ല, കോഎഫിഷ്യൻ്റ്. അത് തമ്മിൽ ആഡ് ചെയ്തു. ഇനി ടെമ്പിൻ്റെ നെക്സ്റ്റ് ആ കണക്ഷൻ അങ്ങ് മാറ്റുകയാണ്. ഇസ് ഈക്വൽ ടു temp1 ആരോ നെക്സ്റ്റ്. then temp1 equal to temp1 arrow next. then ഇവിടെ temp equal to temp arrow next.
ഈ വൈൽ ലൂപ്പ് കഴിയുമ്പോൾ നമ്മൾ P3 റിട്ടേൺ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. എററില്ല. റൺ ചെയ്യാം. ഈ പോളിനോമിയൽ എടുത്തിട്ട് ഒന്ന് റൺ ചെയ്യാം. ഫസ്റ്റ് പോളിനോമിയൽ 6 3 -2 2 3 0 then 0 0. ഫസ്റ്റ് പോളിനോമിയൽ തീർന്നു. സെക്കൻഡ് 4 2 then 2 1 then 0 0. Resultant polynomial 24x raised to 5 24x raised to 5 then 4x raised to 4 4x raised to 4 then minus ഈ ടൈം പോയി -4x cube then 12x square plus 6x. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് പ്രോഗ്രാം മനസ്സിലായെന്ന് തോന്നുന്നു. അഡീഷനെ ഒന്ന് ആൾട്ടർ ചെയ്തതാണ്. അൽഗോരിതം സെയിം അൽഗോരിതം വെച്ച് ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം പ്രോഗ്രാം കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെൻറ്റുമായി കാണാം. ടിൽ ദെൻ ബൈ.